നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടോ? ഇപ്പോൾ ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ചൊറിയുന്നത്, അതായത് വേദന അല്ലാണ്ട് മറ്റൊരു പ്രശ്നമാണ് നമുക്ക് ചൊറിച്ചിലുണ്ടാകുക എന്നുള്ളത്. പക്ഷേ ഈ ചൊറിച്ചിലിന് വ്യാപകമായിട്ടുള്ള അർത്ഥമുണ്ട്. ചില ആൾക്കാരൊക്കെ അവന് ചൊറിച്ചിലുണ്ട് അല്ലെങ്കിൽ അവൾക്ക് ചൊറിച്ചിലുണ്ടെന്ന്, എന്നെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ കാണുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം. ഈ രണ്ട് ചൊറിച്ചിലായാലും പ്രശ്നമാണ്. ഒന്ന്, നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചാണോ, ചൊറിച്ചിൽ ഒരിക്കലും നിങ്ങൾക്ക് ചൊറിഞ്ഞ് തൃപ്തി വരാൻ പറ്റില്ല. ഈ നുണയൊക്കെ പറയുന്നവർക്ക് അങ്ങനെയാണ്, ഒരിക്കലും ഈ നുണ പറഞ്ഞ് തൃപ്തി വരില്ല. അപ്പോൾ ചൊറിച്ചിൽ ഒരു 10, 35, 40 വയസ്സൊക്കെ ആകുമ്പോൾ ഈ കാഫിൽ, അതായത് നമ്മുടെ പാദത്തിന് മേളിൽ മുട്ടിന് താഴെ ആ മസിലിന്റെ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ ആൾക്കാർക്ക് പൊട്ടി ഒലിച്ചിരിക്കുന്ന കാണാൻ ചൊറിഞ്ഞിട്ട്. ഇത് ചിലരൊക്കെ രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റിരുന്ന് ചൊറിയെന്ന പറയുന്നത്. ഞാൻ ഈ അടുത്ത് എൻ്റെ ഒരു കസിനെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരന് വെരിക്കോസ് വെയിനും ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു പിച്ചാത്തി വെച്ച് ചൊറിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഈ ചൊറിച്ചിൽ നമുക്ക് ഒരിക്കലും ചൊറിഞ്ഞ് തൃപ്തി വരുത്താനായിട്ട് പറ്റില്ല. നിങ്ങൾ ചൊറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ കോശങ്ങൾ നശിക്കും, അവിടുത്തെ സെല്ല് പോകും, അവിടുത്തെ തൊലി പോകും. ആ തൊലി പോകുമ്പോൾ അത് പഴുക്കും. പിന്നെ എന്താ പറയുക, നമുക്ക് ഡയബറ്റീസ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കരമാവും. കാരണം ഒരു പ്രായം കഴിയുമ്പോൾ ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടവും കൂടി കുറയും. അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്ത് അത് റെഡിയാക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ചൊറിച്ചിലിനുള്ളൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ, ഇനി ചൊറിച്ചിൽ അത് മനസ്സിനായാലും ശരി ശരീരത്തിനായാലും ശരി നമ്മൾ ചൊറിയാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനം. നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം. ശരീരത്തിൽ നമുക്ക് നല്ല മോയ്സ്ചറൈസിങ് ക്രീമുകൾ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എഡിനോറയ്ക്കുണ്ട്, അലൈവര ജെല്ലുണ്ട്, അല്ലെങ്കിൽ പ്രൈവാലാറ്റസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്തായാലും ചൊറിയാതിരിക്കുക. താങ്ക് യു.